കർമ്മലമാതാവേ നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയുടെ 9ാം ദിനമാണിന്ന്, അവസാന ദിനം. അമ്മയ്ക്ക് നന്ദി പറയാം. ഈ 9 ദിവസം അമ്മയോടൊപ്പം ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഈ വലിയ തിരുനാളിന് ഒരുങ്ങി കർത്താവിന് നന്ദി പറയുവാൻ കൃപ ലഭിച്ചതിനെ ഓർത്ത് ഉത്തമഗീതം 8:6 തിരുവചനം: നിന്റെ ഹൃദയത്തിൽ ഒരു മുദ്രയായും കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. നിന്റെ ഹൃദയത്തിൽ ഒരു മുദ്രയായും കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഈശോയെ, കർത്താവിനെ ഹൃദയത്തിലും കരത്തിലുമെല്ലാം പതിക്കുക. അടയാളമായി നമുക്ക് മാറാം. കർത്താവിൻ്റെ വലിയ ഒരു അടയാളമായി ജനത്തിൻ്റെ മുമ്പിൽ നമ്മളും അറിയപ്പെടട്ടെ. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ഈ കർമ്മലോത്തരീയം തിരുവസ്ത്രം ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ ഒരടയാളമായി, ഒരു മുദ്രയായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഇത്ര വലിയൊരു അടയാളം നമുക്ക് തന്നതിനെ ഓർത്ത് കർമ്മല അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നാളെ കർമ്മല മാതാവിൻ്റെ തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും ഒരു തീരുമാനമെടുക്കാം. എപ്പോഴും എൻ്റെ കഴുത്തിൽ കർമ്മലോത്തരീയം ഞാൻ ധരിക്കും. ഒരു അത്ഭുതം കേൾക്കണ്ടേ? ഇന്നലെ നമ്മൾ കേട്ടത് കരോൾ വോയ്റ്റീവായുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതമാണ്. ഇന്ന് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തീർന്ന അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയായി ജീവിച്ച കാലഘട്ടത്തിലെ ഒരത്ഭുതം കേൾക്കാം. 1981 മെയ് മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 64-ാം വാർഷിക ദിനമായിരുന്നു അന്ന്. വൈകുന്നേരം ഏകദേശം 5:17 സമയം പാപ്പ മൊബൈലിൽ അദ്ദേഹം ജനത്തെ എല്ലാം ആശീർവദിച്ച് കടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അലി അഘ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാർപ്പാപ്പയ്ക്ക് നേരെ 4 പ്രാവശ്യം നിറയൊഴിച്ചു. 4 വെടിയുണ്ടകൾ, 2 കയ്യിലും 2 ഉദരത്തിന് കീഴിലുമായിട്ട് തറച്ചു കയറി. പറയപ്പെടുക അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഉത്തരീയത്തിൻ്റെ ചീള് അദ്ദേഹത്തെ രക്ഷിച്ചുവെന്നാണ്. കുടലിലെ അബ്ഡോമിനൽ അയോർട്ട എന്ന് പറയുന്ന പ്രധാന രക്തക്കുഴലിൽ നിന്നും മില്ലിമീറ്ററുകൾ മാറിയാണ് ആ ഉദരഭാഗത്ത് തറച്ച വെടിയുണ്ടകൾ കടന്നുപോയത്. നേരെ ആ അബ്ഡോമിനൽ അയോർട്ടയിൽ പതിച്ചിരുന്നുവെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് മാർപ്പാപ്പ മരിച്ചു പോകുമായിരുന്നു. ഒരു അത്ഭുതം തന്നെയാണ്. പിന്നീട് 5 മണിക്കൂറോളം എടുത്തു ശസ്ത്രക്രിയ. പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയിലേക്ക് പോയി. 5 മണിക്കൂർ എടുത്തു. 30 സെൻറ്റിമീറ്ററോളം ചെറുകുടൽ മുറിച്ചു കളഞ്ഞു അത്രേ. 5 മണിക്കൂറത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ മാർപ്പാപ്പ ആദ്യം അന്വേഷിച്ചത്, പരതിയത് കഴുത്തിലെ ഉത്തരീയമാണ്. ആവശ്യപ്പെട്ടു, എൻ്റെ ഉത്തരീയം എനിക്ക് വേണം. പെട്ടെന്ന് ഉത്തരീയം നൽകപ്പെട്ടു. അദ്ദേഹം അത് ധരിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, എന്നും ഈ ഉത്തരീയം ശരീരത്തിൽ, മനസ്സിൽ, ഹൃദയത്തിൽ സംരക്ഷണമായി, അഭിഷേകമായി ധരിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് നമുക്കൊരുങ്ങാം. 9ാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 9ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കാർമൽ പർവ്വതത്തിലെ പരിശുദ്ധ അമ്മേ, വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കാർമൽ കുടുംബത്തിന് പദവികൾ നൽകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയോടും അമ്മയുടെ പുത്രനോടും വിശ്വസ്തരായവർക്ക് അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും ഉറപ്പ് അമ്മ നൽകി. അമ്മയുടെ മക്കളെ നോക്കൂ. അമ്മയുടെ വിശുദ്ധ കവചം ധരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അത് ഞങ്ങളെ കാർമൽ കുടുംബത്തിലെ അംഗങ്ങളാക്കുന്നു. അതിലൂടെ മരണത്തിലും മരണശേഷവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ശക്തമായ സംരക്ഷണം ലഭിക്കും. ഓ സ്വർഗ കവാടമേ, ഇപ്പോൾ അവസാന വേദനയിലായിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ നോക്കണമേ. ഓ കന്യകയെ, കാർമലിൻ്റെ പുഷ്പമേ,
സഹായം ആവശ്യമുള്ള എല്ലാവരെയും കൃപയോടെ നോക്കണമേ. ഓ രക്ഷകന്റെ അമ്മേ, അമ്മയുടെ മക്കളിൽ എണ്ണപ്പെട്ടവരാണെന്ന് അറിയാത്ത എല്ലാവരെയും കരുണയോടെ നോക്കണമേ. ഓ എല്ലാ വിശുദ്ധരുടെയും രാജ്ഞിയെ, ദരിദ്ര ആത്മാക്കളെ ആർദ്രതയോടെ നോക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃതജപം. അമ്മേ കർമ്മല മാതാവേ, തിരുവുത്തരീയത്താൽ എന്നും എന്നെ പൊതിയണമേ. അമ്മേ കർമ്മല മാതാവേ, തിരുവുത്തരീയത്താൽ എന്നെ എന്നും പൊതിയണമേ. അമ്മേ കർമ്മല മാതാവേ, തിരുവുത്തരീയത്താൽ എന്നെ എന്നും പൊതിയണമേ.